Hi friends, welcome to Pharma Life. Today we are going to discuss about vitamins in pharmacognosy. So first, shark liver oil, biological source. It is the fixed oil obtained from the fresh and carefully preserved livers of various species of the shark, mainly Hippoprion brevirostris and Galeorhinus cyoptris. In India, Scoliodon, Carcharias, and Spirina are main species. According to IP, 1 gram of oil should contain not less than 6000 IU of vitamin A. Geographical source India, Tamil Nadu, Maharashtra, and Kerala. സോ ഫസ്റ്റ് നോക്കേണ്ടത് ഷാർക്ക് ലിവർ ഓയിലാണ്. അതിൻ്റെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ലിവറാണ് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത്. ലിവറിൽ നിന്ന് എടുക്കുന്ന ഫിക്സഡ് ഓയിലിനെയാണ് ഷാർക്ക് ലിവർ ഓയിൽ എന്ന് പറയുന്നത്. മെയിനായിട്ട് എടുക്കുന്ന സ്പീഷ്യസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹിപ്പോപ്രയോൺ ബ്രെവിറോസ്ട്രിസ് ആൻഡ് ഗാലിയോറൈനസ് സയോപ്ട്രസ് ആണ്. ഇന്ത്യയിൽ സ്കോളിയോഡോൺ, പിന്നെ കർക്കാരിയസ് ആൻഡ് സ്പൈർന, ഇങ്ങനത്തെ 3 സ്പീഷ്യസാണ് ഇന്ത്യയിൽ എടുക്കുന്നത്. പിന്നെ IP നമ്മുടെ ഇന്ത്യൻ ഫാർമക്കോപ്പി അനുസരിച്ച് 1 gram ഓഫ് ഓയിലിനകത്ത് നോട്ട് ലെസ് ദാൻ 6000 IU ഓഫ് വൈറ്റമിൻ എ ഉണ്ടായിരിക്കണം. അത് 6000 IUവിനേക്കാളും കുറയാത്ത എമൗണ്ടിൽ വൈറ്റമിൻ എ 1 gram ഓഫ് ഓയിലിൽ ഉണ്ടായിരിക്കണം. പിന്നെ ജോഗ്രഫിക്കൽ സോഴ്സ് ഇന്ത്യയിലാണെങ്കിൽ തമിഴ്നാട്, മഹാരാഷ്ട്ര ആൻഡ് കേരള. ഓക്കെ, ദെൻ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. The livers are cleaned and minced. The minced mass is taken to a boiling pot where temperature of 80 degrees Celsius maintained. The oil extracted is treated with a dehydrating agent to remove water. The oil is then taken to the vacuum still for dehydration and chilled to separate stearine. Then centrifuges are used to separate suspended materials in oil. Then the clear oil is manipulated to adjust the desired strength of vitamin A. Then the oil is being sensitive to light and air. Care is taken to minimize the exposure. അതായത് ഈ ലിവറിനെ നമ്മൾ അതേ ലിവറിനെ എടുത്ത് ക്ലീൻ ചെയ്യുക. then മിൻസ് ചെയ്യുന്നത് വെച്ചാൽ അതിനെ കട്ട് ചെയ്തെടുക്കുക. then ഈ മിൻസ്ഡ് മാസിനെ ഒരു ബോയിലിംഗ് പോട്ടിലോട്ട് വയ്ക്കുക. ടെമ്പറേച്ചർ 80 ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ചെയ്യുക. then ഈ ഓയിലിനെ എക്സ്ട്രാക്ട് ചെയ്യുക. എന്ത് വെച്ച് എക്സ്ട്രാക്ട് ചെയ്യുക? ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റൊക്കെ വെച്ചിട്ട് വാട്ടറൊക്കെ റിമൂവ് ചെയ്ത് ആ ഓയിലിനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. then ഈ ഓയിലിനെ എന്ത് ചെയ്യും? വാക്യൂം ഡിസ്റ്റിലേഷൻ്റെ ആ ഒരു ഭാഗമായിട്ട് അതിലോട്ട് മാറ്റും. അങ്ങനെ നമുക്കതൊരു സ്റ്റീറിൻ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ ചില്ല് ചെയ്തെടുക്കുക. then ഇതിനെ സെൻട്രിഫ്യൂജസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ ഓയിലിനെ അതായത് ഓയിലിനകത്തുള്ള സസ്പെൻഡഡ് മെറ്റീരിയൽസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യണം സെൻട്രിഫ്യൂജസ് വെച്ചിട്ട്. അപ്പം നമുക്ക് ക്ലിയർ ഓയിൽ കിട്ടും. അതിനെ നമുക്കതിൽ ഇത് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാം. ഈ ഓയിലിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ലൈറ്റും എയറൊന്നും കയറാത്ത രീതിയിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയുന്നത് കളർ എന്ന് പറഞ്ഞാൽ പെയിൽ യെല്ലോ ടു ബ്രൗൺ യെല്ലോയാണ്. ഓർഡർ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഫിഷി ആയിരിക്കും. ഓർഡർ ഫിഷിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓർഡർ ഫിഷി സ്മെല്ലായിരിക്കും. പിന്നെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാൻഡർ, അതും ഫിഷി ആയിരിക്കും. സോലുബിലിറ്റി, ഓയിൽ ഈസ് സോലുബിൾ ഇൻ സോൾവെൻറ്റ് എയ്തർ ക്ലോറോഫോം, ഇൻസോളുബിൾ ഇൻ വാട്ടർ ആൻഡ് സ്ലൈറ്റ്ലി സോളുബിൾ ഇൻ എഥനോൾ. ഓയിൽ സോൾവെൻ്റ് ആയിട്ടുള്ള ഈതറിലും ക്ലോറോഫോമിലൊക്കെ ഈ ഓയിൽ സോളുബിൾ ആയിരിക്കും. പക്ഷേ വാട്ടറിൽ ഇൻസോളുബിൾ ആണ്. പിന്നെ എഥനോളിൽ സ്ലൈറ്റ്ലി സോളുബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ സ്റ്റാൻഡേർഡ്സ്. ആസിഡ് വാല്യൂ ആണെങ്കിൽ നോട്ട് മോർ ദാൻ 2 ആയിരിക്കും. അയഡിൻ വാല്യൂ നോട്ട് ലെസ് ദാൻ 90 ആയിരിക്കും. ഓക്കെ, ദെൻ കെമിക്കൽ കോൺസ്റ്റൻസ് എന്നത് വൈറ്റമിൻ എ ആണ് മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ്. മെയിനായിട്ട് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ എ ആണ്. ഗ്ലിസറൈഡ്സ് ഓഫ് സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, ദെൻ സ്ക്വാലിൻ ആൻഡ് omega 3 ഫാറ്റി ആസിഡ്സ്. Then identification. Dissolve 1 gram of shark liver oil in 1 ml chloroform and treat with the 0.5 ml sulfuric acid. It acquires light violet color change to purple and finally to brown. അതായത് 1 gram of shark liver oil 1 ml chloroform പ്ലസ് 0.5 ml സൾഫ്യൂരിക് ആസിഡ് കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ ലൈറ്റ് വയലറ്റ് കളർ ചേഞ്ച് ആയി അത് പർപ്പിളായി ലാസ്റ്റ് അത് ബ്രൗൺ കളറിൽ അത് നമുക്ക് ഫൈനലി കിട്ടും. കാരണം എന്ന് വെച്ചാൽ വൈറ്റമിൻ എയുടെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ്. പിന്നെ വേറെ ടെസ്റ്റ് പറയുന്നത് 1 gram ഷാർക്ക് ലിവർ ഓയിൽ 10 ml ക്ലോറോഫോം പ്ലസ് ആൻറ്റിമണി ട്രൈക്ലോറൈഡും
കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ നന്നായിട്ട് ഷേക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബ്ലൂ കളർ ഡെവലപ്പ് ആവും. അതും എന്തിൻ്റെ പ്രസൻസ് ആണ്? ഈ വൈറ്റമിൻ എയുടെ പ്രസൻസ് ആണ്. ദെൻ യൂസസ് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസിക്ക് യൂസ് ചെയ്തൊരു ന്യൂട്രിറ്റീവ് ആണ്. പിന്നെ ഇത് ലിവർ ഓയിൽ എമൾഷനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ബേൺസിനും സൺബേൺ ഓയിൻമെൻറ്റിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ദെൻ സ്റ്റോറേജ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ലൈറ്റിൽ നിന്നും അതുപോലെ എയറിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കുക. വെൽ ഫിൽഡ് ആൻഡ് വെൽ ക്ലോസ്ഡ് കണ്ടെയ്നറിൽ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ആംല. സിനോണിം എംബ്ലിക്ക, ഇന്ത്യൻ ഗൂസ്ബെറി, എംബ്ലിക് മൈറോബാലൻ. Biological source, it consists of dried as well as fresh fruit of the plant Emblica officinalis, family Euphorbiaceae. സോ ആംലയുടെ സിനോണിം എന്ന് പറയുന്നത് എംബ്ലിക്ക എന്ന് പറയും, ഇന്ത്യൻ ഗൂസ്ബെറി, എംബ്ലിക് മൈറോബലൻ, ഇങ്ങനെയൊക്കെയുള്ള സിനോണിംസ് ഉണ്ട്. ബയോളജിക്കൽ സോഴ്സ് നമുക്കറിയാം, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് ആസ് വെൽ ആസ് ഫ്രഷ് ഫ്രൂട്ട് ഓഫ് ദ പ്ലാന്റ് എംബ്ലിക്ക ഒഫിഷ്യനാലിസ്. എംബ്ലിക്ക ഒഫിഷ്യനാലിസ് എന്നാണ് ഒഫിഷ്യനാലിസിന് അതിൻ്റെ ഡ്രൈഡ് ആസ് വെൽ ആസ് ഫ്രഷ് ഫ്രൂട്ട്, അതിനെയാണ് ഈ ആംല എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഫാമിലി യൂഫോർബിയസയാണ്. മാക്രോസ്കോപ്പിക് ക്യാരക്ടേഴ്സിൽ പറയുന്ന കളർ ഗ്രീൻ ചേഞ്ചിങ് ടു ലൈറ്റ് യെല്ലോ ഓർ ബ്രിക്ക് റെഡ് വെൻ മെച്ചുവർഡ്. ഗ്രീൻ കളറാണ്, മെച്ചുവർഡ് ആകുന്നതനുസരിച്ച് കളർ ചേഞ്ച് ആവാം, ലൈറ്റ് യെല്ലോ ആവാം, പിന്നെ ബ്രിക്ക് റെഡ് ആവാനും ചാൻസ് ഉണ്ട്. ഓർഡർ നോൺ. ദെൻ ടേസ്റ്റ് സോർ ആൻഡ് ആസ്ട്രിഞ്ചൻ, ഷേപ്പ് ഗ്ലോബോസ്. Fruits are 6-lobed with 6 trigonous seeds. They are very hard and smooth in appearance. Then chemical constants, rich source of vitamin C, 600-700 mg per 100 gram of fresh pulp, 0.5% fat, filambin, 5% tannin. Also contain mineral matters like phosphorus, iron, calcium. Also contain pectin. During drying, vitamin content is not lost due to presence of tannins, which returns oxidation of vitamin C. അത് മെയിനായിട്ട് അതിൽ കാണുന്ന വൈറ്റമിൻ സി ആണ്. നമ്മൾ 100 gram ഓഫ് ഫ്രഷ് പൾപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 600-750 mg ഓഫ് വൈറ്റമിൻ സി ഉണ്ടായിരിക്കും. ദെൻ 0.5% ഫാറ്റ് ഉണ്ട്, 5% ടാനിൻ ഉണ്ട്, ഫിലമ്പിൻ ഉണ്ട്. പിന്നെ മിനറൽ മാറ്റേഴ്സ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? ഫോസ്ഫറസ്, അയൺ, കാൽസ്യം, പെക്റ്റിൻ, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എത്ര ഡ്രൈ ചെയ്തിരുന്നാലും ഇതിനകത്തുള്ള വൈറ്റമിൻ സി കണ്ടൻറ്റ് ലോസ് ആകത്തില്ല. കാരണം എന്ന് വെച്ചാൽ 5% ടാനിൻ ഉള്ളത് കൊണ്ടാണ്. അത് ഇതിൻ്റെ വൈറ്റമിൻ സിയുടെ ഓക്സിഡേഷനെ തടയും. ഓക്കെ. ദെൻ ഇതിൻ്റെ യൂസസ് എന്ന് പറഞ്ഞാൽ ആസ് ഡയോററ്റിക്കായിട്ട് യൂസ് ചെയ്യാം, ലാക്സേറ്റീവ്, റെഫ്രിജറൻറ്റ്, അത് നമ്മുടെ തേഴ്സ്റ്റൊക്കെ റിലീവ് ചെയ്യാനായിട്ട് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. ദെൻ ഡ്രൈഡ് ഫ്രൂട്ട്സ് ആർ ഗിവൺ ഇൻ ഡയറിയ ആൻഡ് ഡിസെൻട്രി, ഓൾസോ ഗിവൻ ജോണ്ടിസ്, ഡിസ്പെപ്സിയ ആൻഡ് അനീമിയ along with iron compound. Then fruits are also used in preparation of inks, hair oil, shampoo. Then fixed oil from fruit process, the property of promoting hair growth. Seeds used in asthma and bronchitis. Alcoholic extract of fruit is antiviral, popular drug ingredient of Triphala and Chavanaprasha. Leaves are used as fodder, animal food. നമുക്ക് ഡയോററ്റിക് ആയിട്ട്, ലാക്സേറ്റീവ് ആയിട്ട്, പിന്നെ ഇത് നമുക്ക് ഡയറിയയ്ക്ക്, ഡിസെൻട്രിക്ക്, ജോണ്ടിസിന് കൊടുക്കും, ഡിസ്പെപ്സിയയ്ക്ക് കൊടുക്കും, അനീമിയയ്ക്ക് അയൺ കോമ്പൗണ്ടും കൂടെ ചേർത്ത് കൊടുക്കും. പിന്നെ ഇതിൻ്റെ ഫ്രൂട്ട്സ് നമ്മുടെ ഇങ്കിനും ഹെയർ ഓയിൽ, ഷാമ്പു അതിനൊക്കെ യൂസ് ചെയ്യും. പിന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിൻ്റെ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഫ്രൂട്ടിൽ നിന്നുള്ള ഫിക്സഡ് ഓയിൽ അത് ഭയങ്കര എഫക്റ്റീവാണ്. ദെൻ ആസ്മയ്ക്ക്, ബ്രോങ്കൈറ്റിസിന് അതിനൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ആൽക്കഹോളിക് എക്സ്ട്രാക്റ്റ് ആണെങ്കിൽ ആൻറ്റി വൈറലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ത്രിഫല, ചവനപ്രാശിലൊക്കെ പോപ്പുലർ ഡ്രഗ് ഇൻഗ്രീഡിയൻ്റ് ആണ്. ലീവ്സ് അനിമൽ ഫുഡിനൊക്കെ കൊടുക്കാറുണ്ട്.